സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രകാശ് ആണെങ്കിൽ ആരെയോ ഫോണിൽ വിളിച്ച് പറയുന്നുണ്ട്, കുരുതിക്ക് റെഡി ആയിക്കോ, അവനെ ഞാനിപ്പോ എന്റെ വരുതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അവന്റെ മുന്നിൽ അവതരിച്ചിരിക്കുന്നത് അവന്റെ രക്ഷകനായിട്ടാണ്. അവൻ മുഴുവനായിട്ടും വിശ്വസിച്ചില്ലെങ്കിലും കുറച്ചൊക്കെ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശ് ആണെങ്കിൽ നന്ദനെ ചതിക്കാനുള്ള വലിയൊരു ചതിക്കുഴി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേവികയാണെങ്കിൽ സി എമ്മിനെ കാണാനും അതുപോലെ ഇന്നത്തെ അവളുടെ ഫംഗ്ഷനെ കുറിച്ചൊക്കെ തന്നെ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം മുരളിയോട് പറയുന്നുണ്ട്, വണ്ടിക്ക് കുറച്ച് സ്പീഡ് കൂട്ടാനും അച്ഛനെ വിളിച്ച് സി എമ്മിനെ കാണാൻ പോകണമെന്നൊക്കെ പറയുമ്പോൾ ദേവിക, ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ, ഒന്നും തോന്നരുത്. മുരളിയേട്ടൻ എന്താന്ന് വെച്ചാൽ പറഞ്ഞോ, നമുക്ക് ഈ പോലീസ് വഴി മൂവോ ചെയ്യാതെ ഈ ലോക്കൽ ഗുണ്ടാസ് വഴി നോക്കിയാലോ? അതാകുമ്പോൾ ഇവർക്കറിയാലോ കണക്ഷൻസ്, എന്തെങ്കിലുമൊക്കെ ലൂപ്പ് ഹോൾ കിട്ടാതിരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ദേവിക പറയുന്നുണ്ട്, എസ്തപ്പാൻ ചേട്ടൻ ആരാണെന്നും എന്താണെന്നും മുരളിയേട്ടൻ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്നും തോന്നുന്നു. അങ്ങനെയുള്ള ഒരാളുടെ വീട്ടിൽ വെച്ചാണ് നന്ദുവിനെ കാണാതായിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ പരിപാടിക്ക് പോകുന്നതിനേക്കാൾ നല്ലത് നിയമത്തിനെയും പോലീസിനെയും ആശ്രയിക്കുന്നതായിരിക്കുമെന്ന് പറയുമ്പോൾ ശരി എങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്നിങ്ങനെ മുരളി പറയുക. സി എമ്മിനെ കാണുന്നുണ്ട്. സി എം അച്ഛന് വേണ്ടപ്പെട്ട ഒരാളും കൂടിയാണ്. അദ്ദേഹം പേഴ്സണലായി തന്നെ ഈ ഒരു കേസ് കൈകാര്യം ചെയ്യുമെന്നൊക്കെ മുരളിക്ക് വാക്ക് കൊടുക്കുകയാണ് ദേവിക. പിന്നീട് സി പി ആണെങ്കിൽ ത്യാഗരാജനെ കുറിച്ച് അന്വേഷിച്ച് അരുന്ധതിയെ കാണാനായിട്ട് എത്തുന്നുണ്ട്. അരുന്ധതി ചോദിക്കുകയാണ്, എന്തായി അന്വേഷണം എന്ന്. ത്യാഗരാജൻ മുംബൈയിൽ തന്നെയുണ്ട്, ഒരു അപകടം പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറയുമ്പോൾ, എന്താ അപകടം? കാലിൽ വെട്ടേറ്റിരിക്കുകയാണ്, 3 മാസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഇത് കേട്ട് അരുന്ധതി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഋഷിയുടെ പിന്നാലെ അയാളല്ലേ? അല്ലെന്നുള്ള കാര്യം ഉറപ്പാണ് മാഡം, എൻ്റെ ഒരാൾ അവിടെ ചെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ, എങ്കിൽ പിന്നെ ഋഷിമോൻ എവിടെ? അവരെ മറച്ചു വെച്ചിരിക്കുന്നത് ആരായിരിക്കും? ആ ഇസബല്ലയും കെവിനെയാണ് എനിക്ക് സംശയം. നമുക്ക് മുന്നിൽ ഞെട്ടലൊക്കെ അഭിനയിച്ച് എന്തൊക്കെയോ അവർ പുറകെ പ്ലാൻ ചെയ്തിട്ടതൊക്കെ പറയുമ്പോൾ, മാഡം എൻ്റെ ഒരു ഊഹം പറഞ്ഞോട്ടെ, ഋഷി ഒരു ദിവസം മാഡത്തിന്റെ മുന്നിൽ ചിരിച്ചുകൊണ്ട് വന്ന് നിൽക്കും, ഉറപ്പാണ്. എനിക്ക് തോന്നുന്നത് വിദേശത്തേക്ക് പോയാൽ കാര്യങ്ങൾ കൂടുതൽ പ്രശ്നത്തിലാകുമോ എന്ന് പേടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവൻ ഫ്ലൈറ്റ് കയറാനായി നിൽക്കുന്ന സമയത്ത് അവൻ പിടിക്കപ്പെട്ടാലെന്നൊക്കെ ഭയന്ന് മാറി നിൽക്കുന്നതായിരിക്കും. മാഡത്തിനെ വിളിച്ചു പറയാനുള്ള മടി കൊണ്ടായിരിക്കും. ഒരിക്കൽ മരിച്ചുപോയെന്ന് വിശ്വസിച്ച ഋഷി തിരിച്ചു വന്നതല്ലേ, അപ്പൊ പിന്നെ നമുക്ക് വിശ്വസിക്കാം മാഡം, ഇവിടെയും ദൈവം നമ്മളെ കൈവിടില്ല എന്നൊക്കെ പറയുമ്പോൾ, സി പി താൻ പറയുന്നത് സത്യമാണോ? അതെ മാഡം. പെട്ടെന്നാണ് സി പിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സി പി ആണെങ്കിൽ ഫോൺ വിളിച്ച് പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് പ്രഭാവതിയെ സമാധാനിപ്പിക്കാനായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സിദ്ധാർത്ഥൻ. എന്റെ മോനെ എനിക്ക് കാണണം സിദ്ധു എന്നൊക്കെ പറയുമ്പോൾ, എല്ലാം ശരിയാകും പ്രഭേ, ഇന്ന് ഞാൻ സി എമ്മിനെ കാണുന്നുണ്ട്, ആരെ കണ്ടിട്ടും ഒരു കാര്യമില്ല. ഇത് തന്നെ എത്ര പ്രാവശ്യം നിങ്ങൾ എല്ലാവരും പറയുന്നു. അവിടേക്ക് ദേവിക വരികയാണ്, ആ കാഴ്ച കാണുന്നു. അങ്ങനെ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് ദേവികയാണെങ്കിൽ സിദ്ധാർത്ഥന്റെയും പ്രഭാവതിയുടെ അരികിലേക്ക് വരികയാണ്. അങ്ങനെ പ്രഭാവതി വീണ്ടും സിദ്ധാർത്ഥനെയും ദേവികയെയും കുറ്റപ്പെടുത്തുമ്പോൾ, അമ്മേ ഉറപ്പായിട്ടും എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാതിരിക്കില്ല, നന്ദുവിനെ നമ്മൾ കണ്ടെത്തുമെന്നൊക്കെ പറയുകയാണ്. ഒരു പത്രസമ്മേളനം വിളിക്കണം ദേവിക, എത്രയും പെട്ടെന്ന്. എന്തായാലും നന്ദനെ ജയിലിൽ വിടാൻ തന്നെ ആയിരുന്നില്ലേ നമ്മുടെ അന്തിമ തീരുമാനം, പിന്നെ അതൊക്കെ മാറി പറഞ്ഞതല്ലേ, ഇനി വെച്ച് വൈകിക്കണ്ട. ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടേക്ക് മുരളി വരികയാണ്. ആന്റി പറയുന്നതിൽ കാര്യമുണ്ട് മുരളി, ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് നിനക്ക് തോന്നിയില്ലേ? പക്ഷെ ആന്റി, പത്രസമ്മേളനമൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ നന്ദന്റെ ജീവന് ഒരുപാട് അപകടം ഉണ്ടാകും. ഞാൻ ഇതേക്കുറിച്ച് ദേവികയോട് പറഞ്ഞതാണ്. അപ്പൊ ദേവിക സാധ്യതകളെ കുറിച്ച് എന്നോട് തിരിച്ചു പറഞ്ഞു. അറിയാമല്ലോ, തട്ടിക്കൊണ്ടുപോയവർ ഏതു തരത്തിലുള്ളവരാണെന്ന് നമുക്കറിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെയെങ്കിൽ എന്റെ മോൻ ജീവനോടെ ഉണ്ടെന്നെങ്കിലും എനിക്ക് തിരിച്ചറിയാൻ കഴിയുമല്ലോ. ഋഷി കേസ് ഭയന്ന് നമ്മൾ മുന്നോട്ട് പോയാൽ ഒരിക്കലും നന്ദനെ കണ്ടെത്താൻ പറ്റില്ല. അവൻ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ കുഴപ്പമില്ല, എന്റെ മോൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള സമാധാനത്തിൽ എനിക്ക് ഇവിടെ ഇരിക്കലെന്നൊക്കെ പറയുമ്പോൾ, ഒന്ന് നിർത്ത് പ്രഭ, എത്രയെന്ന് വെച്ചാ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നേ. തനിക്ക് മാത്രമേ വിഷമമുള്ളൂ, താൻ മാത്രം എല്ലാവരോടും പൊട്ടിത്തെറിക്കുന്നു. ഇവിടെ എല്ലാവരും ആ അവസ്ഥയിൽ തന്നെയാണ്. ഞാൻ അവന്റെ അച്ഛനാണ്, എന്നിട്ട് ഞാൻ ഇത്രയും സഹിച്ചു പിടിച്ച് നിൽക്കുന്നത് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. എനിക്കറിയാം, ഇത് സഹിച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥനാണെങ്കിൽ പൊട്ടിത്തെറിക്കുകയാണ്. ഈ സമയം പ്രഭാവതി ഒന്നുകൂടി ദേവിയോട് ചോദിക്കുന്നുണ്ട്, ദേവി, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം. എന്താ അമ്മേ? നിങ്ങളിത് അന്ന് കളിച്ചതുപോലെയുള്ള നാടകം തന്നെയല്ലേ? പറയേ. അത് പിന്നെ അമ്മേ, സി എമ്മിനെ കണ്ടാൽ എല്ലാം ശരിയാകും, അമ്മ ഒന്ന് സമാധാനപ്പെട്. എവിടെ നിന്നിട്ട്? ഹരിയങ്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അയാൾ എവിടെ? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അയാളെ കാണുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, ഹരിയങ്കൾ നമുക്കൊപ്പം തന്നെ ഉണ്ടെന്ന്. അങ്ങനെ ഒടുവിൽ ദേവികയാണെങ്കിൽ പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവിടെ നിന്നും സിദ്ധാർത്ഥനെയും കൂട്ടിയിട്ട് പോവുകയാണ്. പിന്നീട് നന്ദനാണെങ്കിൽ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം അവിടേക്ക് പ്രകാശ് എത്തുന്നുണ്ട്. എന്താ നന്ദൻ, ഭക്ഷണം വേണ്ട നിനക്ക്? പ്രകാശ്, എനിക്കിപ്പോഴും നിന്നെ വിശ്വാസം വന്നിട്ടില്ല. അതെനിക്കറിയാം. എന്റെ ആൾക്കാരോട് നീ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചെന്ന് അവരെന്നോട് പറഞ്ഞു.
നിനക്ക് എന്നെക്കുറിച്ച് എന്തൊക്കെയോ ഡൗട്ടുകൾ ഉണ്ടല്ലേ? പക്ഷെ എന്നെ വിശ്വസിക്കാൻ നന്ദൻ. നിന്റെ ചോര ദാഹിക്കുന്ന ആളുകളിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് നിന്നെ ഒരിക്കലും ഞാൻ കുരുതിക്ക് കൊടുക്കില്ല. പിന്നെ ഇന്ന് എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒപ്പം കഴിക്കാം. ഇന്നലെ കുറച്ച് സ്പെഷ്യൽ വാങ്ങിയിട്ട് വന്നിട്ടും നീ ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടേ ഞാൻ വിശന്നിരിക്കുക. നീ വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറയുമ്പോൾ പ്രകാശ്, എനിക്ക് ഭക്ഷണം വേണ്ട. നീ കാര്യം പറ, എന്താ നിന്റെ ഉദ്ദേശം? നന്ദൻ, ഞാൻ പറഞ്ഞല്ലോ, ഈ ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ വില്ലന്മാര്, അതായത് ശത്രുക്കളായിട്ടുള്ള വില്ലന്മാര് രണ്ടുപേരും ഒന്നാകില്ലേ? അതുപോലെയാ നമ്മുടെയും കഥ. ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് നമ്മൾ രണ്ടുപേരും ഒന്നായെന്ന് മാത്രം. ഇത് കേട്ട് നന്ദനാണെങ്കിൽ, പ്രകാശ് കളിക്കാതെ, നീ എന്റെ വീട്ടുകാരെ വിവരം അറിയിക്കുന്നൊക്കെ പറയുമ്പോ നീ ഇപ്പൊ വന്നേ, എനിക്ക് വിശക്കുന്നു. നന്ദൻ വന്നേന്ന് പറഞ്ഞുകൊണ്ട് ബലം പ്രയോഗിച്ച് നന്ദനെയും കൂട്ടിയിട്ട് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കെവിനാണെങ്കിൽ ഇസബല്ലയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണിലൂടെ. ഇസബല്ല ഇപ്പൊ വരാമെന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്നാണ് അവിടേക്ക് അരുന്ധതി വരുന്നത്. അരുന്ധതിയെ കാണുമ്പോൾ തന്നെ കെവിൻ ആകെ ഷോക്കാവുന്നു. മേഡം, മേഡം എന്താ ഇവിടെ? ഞാനെന്താ ഇവിടെയെന്നോ? എനിക്ക് ഇസബല്ലയെ കാണണം. ഇസബല്ല ഇവിടെ ഇല്ല. അല്ല, വരട്ടെ, വന്നിട്ട് ഞാൻ കണ്ടോളാം. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. എനിക്കതിനൊന്നും ഒരു കുഴപ്പമില്ല. സമയം ഇഷ്ടം പോലെയുണ്ട് ഇപ്പൊ എനിക്ക്. പിന്നെ ഇസബല്ലയെ മാത്രമല്ല എനിക്ക് കാണേണ്ടത്, എന്റെ മകൻ ഋഷിയെയും എനിക്ക് കാണണം. മേഡം, മേഡം എന്താ ഈ പറയുന്നത്? ഋഷി ഇവിടെ ഇല്ല. ഇല്ലെന്നോ? കെവിൻ, എന്റെ മുഖത്ത് നോക്കി കള്ളം പറയല്ലേ. നിങ്ങൾ രണ്ടുപേർക്കും എന്തൊക്കെയോ കള്ളക്കളിയുണ്ട്. ഋഷി ഇവിടെ നിന്ന് പോവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അവരെ നിങ്ങൾ രണ്ടാളാണ് മാറ്റി വെച്ചിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ, എന്താ മേഡം ഇത്? എത്ര പറഞ്ഞാലും മേഡത്തിന് മനസ്സിലാവുന്നില്ലല്ലോ. ഞങ്ങൾ എന്തിനാ ഋഷിയെ മാറ്റി വെക്കുന്നത്? ഇതേ നോക്ക്, ഞങ്ങളും ഋഷിയെ കാണുന്നതിന്റെ ടെൻഷൻ തന്നെയാണെന്ന് പറയുമ്പോൾ, എന്ത് ടെൻഷൻ? നിങ്ങളെ എനിക്കറിയാവുന്നത് പോലെ വേറെ ആർക്കും അറിയില്ല. എന്റെ മോനെ വെച്ച് നിങ്ങൾ മറ്റൊരു നാടകം കളിക്കുകയാണ്. നന്ദൻ, നന്ദനും പ്രഭാവതിയും അവന്റെ ശത്രുവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വയം നേട്ടത്തിന് വേണ്ടിയിട്ട് അവരെ മുന്നിൽ വെച്ച് കളിച്ചു. അതുപോലെ മറ്റെന്തോ ഒരു തരം നാടകം നീയും ഇസബല്ലയും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് എന്റെ മോനെ ഇപ്പൊ ഉപയോഗിക്കുന്നത്. മര്യാദയ്ക്ക് എന്റെ മോനെ പുറത്തു വിടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ അരുന്ധതി ആരാണെന്ന് നിങ്ങൾ അറിയും. ഈ കാണുന്നതല്ല അരുന്ധതി എന്നൊക്കെ പറയുമ്പോൾ മേഡത്തിനെ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണമെന്ന് അറിയുന്നില്ല. നന്ദന്റെ ഈ ഋഷിയുടെയും തിരോധാനത്തിന് മുന്നിൽ ഞങ്ങളും ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ, ഒന്നും പറയണ്ട, എനിക്ക് ഇസബല്ലയെ കാണണം. കണ്ട് എനിക്ക് 4 ചോദിക്കണം. എന്റെ ഋഷിമോൻ എവിടെയാണെന്ന് അറിയാതെ ഒരിക്കലും ഞാൻ ഇവിടെ നിന്ന് പോവില്ല. അവനെ തട്ടിക്കൊണ്ടുപോവാൻ നിങ്ങളെക്കാൾ വക്രബുദ്ധിയുള്ള മറ്റാരും ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുന്ധതിയാണെങ്കിൽ പൊട്ടിത്തെറിക്കുന്നു. എന്തായാലും ഈ സമയം കെവിന് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. കെവിനും ഇസബല്ലയുമാണ് അരുന്ധതിയുടെ മുന്നിൽ പ്രതികളെന്ന്. അപ്പോൾ കാത്തിരിക്കാം നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.